മദേഴ്സ് ഡേ എന്ന് പറയുന്ന സംഭവം അതിനൊരു പ്രത്യേകിച്ചൊരു ഡേ ഒന്നുമില്ല. എന്നും മദേഴ്സ് ഡേ തന്നെയാണ്. കാരണം നമ്മള് ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻസിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഓരോ മിനിറ്റും അമ്മയെ മിസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്നെ പോലത്തെ ആൾക്കാർ, കാരണം വളരെ ഭക്ഷണപ്രിയരായിട്ടുള്ള ആൾക്കാർ അമ്മയെ വല്ലാതെ മിസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കുന്ന സമയത്തൊക്കെ ഇതിനും നന്നായിട്ട് അമ്മ ഉണ്ടാക്കും, അല്ലെങ്കിൽ അമ്മ ഇതിനും മോശമായിട്ട് ഉണ്ടാക്കാറ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ നല്ലതും പറയും, ചിലപ്പം ചീത്തയും പറയും. പക്ഷെ എന്തായാലും നല്ലതായാലും ചീത്തയായാലും എന്തായാലും നമ്മള് ഒരുപാട് പറഞ്ഞ പോലെ മദേഴ്സിനെ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒരുപാട് എല്ലാവർക്കും ലൈഫിൽ ഉണ്ടാവും. അമ്മമാരെല്ലാരും മിസ് ചെയ്യും തീർച്ചയായിട്ടും. സോ അതിനായിട്ടൊരു ഡേ എന്നൊന്നും പറയാനൊന്നുമില്ല. പിന്നെ മദേഴ്സ് ഡേന്റെ അന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മദറിനെ നമ്മൾ കിച്ചണിലേക്ക് കയറ്റാതെ ഇരിക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അമ്മ മാത്രമേ ഉള്ളൂ നോൺ സ്റ്റോപ്പ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിഷൻ വീട്ടില്. ശരിക്കും അതാണ്. കാരണം ബാക്കി എല്ലാവരും നമ്മളൊക്കെ ഈ ടിവിന്റെ മുന്നിൽ കാര്യം നീട്ടിയിരിക്കുക, ഭക്ഷണം അമ്മ കൊണ്ടുതരുന്നു, അത് കൊണ്ടേ വെക്ക്, പ്ലേറ്റ് എവിടുന്ന് വരുന്നു എന്ന് അറിയില്ല, എങ്ങോട്ട് പോകണമെന്നും അറിയില്ല, ഭക്ഷണം എവിടുന്ന് വരുന്നതല്ല ഒന്നും അറിയില്ല. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ഡേ പോലും റെസ്റ്റ് ഇല്ലാതെ. സോ അങ്ങനെയുള്ള ഒരു അമ്മയ്ക്ക് നമ്മൾ ശരിക്കും ഈ മദേഴ്സ് ഡേ എന്നൊരു പറയുന്ന ഒരു ഡേനെങ്കിലും ഒരു റെസ്റ്റ് കൊടുക്കുക. അമ്മയെ ഫുള്ള് പുറത്ത് കൊണ്ടുപോവുക, അമ്മയെ കിച്ചണിൽ കയറ്റാതെ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ വീട്ടില് അന്ന് നമ്മൾ എന്താ പറയാ കുക്കിങ്ങിന് ഒരു ഹർത്താൽ ഉണ്ടാക്കുക. ഹാപ്പി മദേഴ്സ് ഡേ.